ഓട്ടോ ഓടിയിരിക്കുന്നത് 30,000 കിലോമീറ്റർ. 30,000. വാറണ്ടി ഇപ്പോൾ കഴിഞ്ഞോ? 2023 അല്ലേ വന്നിട്ട് 26 വരെ ഉണ്ടാവില്ല. 9 മാസം വരെ വാറണ്ടി. 9 മാസം വരെ വാറണ്ടി പുതുക്കുകയും ചെയ്യാം. ടോപ്പിൻ്റെ തന്നെ സീറ്റ് വെന്റിലേഷനും എല്ലാം വരുന്ന സേഫ്റ്റി എല്ലാം ഉള്ള ഒരു അടിപൊളി SUV സെഗ്മെന്റ് ആണ്. ഓട്ടോമാറ്റിക്, മൈലേജ് ഒരു 12-15 റേഞ്ച് കിട്ടും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, എത്ര കൊടുക്കാം ഇത്? വീണ്ടും മൈലേജ് കിങ് മോറിസ് ഗാരേജ് കോമറ്റ് ആണ്. MGയുടെ കോമറ്റ്. അതായത് എന്താ പറയുക, നമുക്ക് ചെറിയ സൗകര്യത്തിൽ ഒതുക്കി കൊണ്ട് നടക്കാൻ പറ്റുമൊരു വണ്ടി അല്ലേ? എന്നാൽ അകത്ത് നല്ല സ്പേസും ഉണ്ട്. അകത്ത് സ്പേസ് ഉണ്ട്, ഓടിക്കാൻ നല്ല കംഫർട്ടാണ്, ഇരുത്താൻ കംഫർട്ടാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ക്ലെയിമോ ടച്ച് ബമ്പർ മാത്രം, ചെറിയ ക്ലെയിം ബമ്പർ മാത്രം അല്ല. ഷെബീർക്ക, യെസ്, ഹാപ്പി ഓണം. ഹാപ്പി ഓണം അഡ്വാൻസ്. എല്ലാവർക്കും ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷമീസ് കാസിലാണ് വന്നിരിക്കുന്നത്. വെറൈറ്റി ഒരു സാധനം ഇവിടെ കാണുന്ന ഹോണ്ട എലിവേറ്റ് കാണുന്നുണ്ട് അല്ലേ? എലിവേറ്റ് ഫസ്റ്റിലാണ് വരുന്നത്. ഓക്കെ, നമ്മളും ഫസ്റ്റ് തന്നെയാണ് കാണിക്കുന്നത് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ മാങ്കാവ് തിരുവണ്ണൂർ ഭാരത് പമ്പുണ്ട്, അതിന് തൊട്ട് ചേർന്നിട്ടാണ് മാങ്കാവ് മീൻചന്ത ബൈപ്പാസിൽ, മിനി ബൈപ്പാസിൽ. ഓക്കെ, അപ്പോൾ ഷെബീർക്ക, എല്ലാ സെഗ്മെന്റും നമ്മളിന്ന് കാണിക്കണ്ടോ? നമ്മൾ SUV കാണിക്കുന്നുണ്ട്, സെഡാൻ കാണിക്കുന്നുണ്ട്, കോമ്പാക്ട് XUV ഉണ്ട്, പിന്നെ ചെറിയ ഹാച്ച് ബാക്ക്, ഇലക്ട്രിക് ഉണ്ട്, എല്ലാം വരുന്നുണ്ട്. ഇലക്ട്രിക്കും വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് എല്ലാം ഉണ്ട്. കോമറ്റ് ഉണ്ട്, പിന്നെ അതുകൂടാതെ അതിൽ കാണിക്കാത്തൊരു എക്സ്റ്റർ ഉണ്ട്, ടൈഗോൺ, ഒരുപാട് വണ്ടികൾ വേറെയുണ്ട്. ഓക്കെ, എന്തായാലും സ്റ്റോക്ക് കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. പിന്നെ ഷമീർ ഖാന്റെ പുതിയ ഷോറൂം അതെന്തായി? നമ്മൾ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, നടക്കാവിലാണ് വരുന്നത്. പിന്നെ ഇൻഷാല്ലാ ഒരു വിത്തിൻ 1.5 മാസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താ ഒരു വേറെ ജില്ല ഒന്നും തിരഞ്ഞെടുക്കാണ്ട് കോഴിക്കോട് തന്നെയാണ് ഒരു ഷോറൂം? എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മളെ കേരളത്തിൻ്റെ മെയിൻ സിറ്റി എന്ന് പറയുന്നത് എറണാകുളം പോലെ സ്ഥലം എടുക്കാതെ നിങ്ങൾ പിന്നെയും കോഴിക്കോട് എന്താ ഷോറൂം എടുത്താൽ ചോദിക്കുന്നത്. എറണാകുളം, കണ്ണൂരൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്ത് കേരളത്തിന്റെ മെയിൻ ബിസിനസ് ഹബ്ബ് എറണാകുളമാണ്. യൂസ്ഡ് കാറിന്റെ ഹബ്ബ് എവിടെയാണെന്ന് ചോദിച്ചാൽ മലബാറിനാണ്. മലബാറിന്റെ ക്യാപിറ്റൽ കോഴിക്കോടാണ്. എല്ലാവരും ഇപ്പോൾ നമ്മുടെ സൗത്ത് കാരനിന്നൊക്കെ ഒരുപാട് കസ്റ്റമർ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം നിൽക്കുന്നത് സൗത്ത് കോഴിക്കോടാണുള്ളത്. കോഴിക്കോട് തെക്കേ ഭാഗത്ത് നമ്മളിപ്പോൾ ഉള്ള ഷോറൂം ഉള്ളത്. നമ്മുടെ നോർത്ത് സൈഡിൽ നമുക്ക് ഷോറൂം ഇല്ല. അതിലുപരിയായിട്ട് നമ്മളെ വീട് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം തട്ടകമായ നടക്കാവിലൂടെ നമുക്ക് പ്രത്യേകമായ ഒരു മുഹബത്തുണ്ട്. അതുകൊണ്ട് നടക്കാവിലൊരു ഷോറൂം പണ്ടേയുള്ള ആഗ്രഹമായിരുന്നു, അതുകൂടി കണക്കിലെടുത്തിട്ടാണ്. അപ്പോൾ നമ്മളെ കേരളത്തിൽ എല്ലാ ഭാഗത്തുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ യൂസ്ഡ് കാർ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് നല്ലൊരു സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോഴിക്കോടിന് അടുത്ത ഷോറൂം ആക്കാന്ന് വിചാരിക്കും. മലപ്പുറം തന്നെ കൂടുതൽ ആളുകൾ, മലപ്പുറം കോഴിക്കോടായിട്ട് തന്നെ കൂടുതൽ ആളുകൾ. കേരളത്തിൽ മലപ്പുറം കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് വീഡിയോയിൽ കാണാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് അപ്പ് ആണല്ലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇടും അല്ലേ? എന്തായാലും ഒരു വെറൈറ്റി വണ്ടി നമ്മൾ കണ്ടല്ലേ. അപ്പോൾ എലിവേറ്റ് തന്നെ തുടങ്ങാം. ഹോണ്ട എലിവേറ്റ് ഫസ്റ്റ് ടൈം ആണ് അല്ലേ? ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2023 മോഡൽ ഹോണ്ട എലിവേറ്റിന്റെ VX എന്ന് പറയുന്ന വേരിയന്റ് 1.5 CVT കിലോക്സ് വരുന്ന ഓട്ടോമാറ്റിക് വണ്ടി. VX ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ ഉണ്ട് അല്ലേ? CVT ഓട്ടോമാറ്റിക് വാഹനമാണ്. 2023 മോഡൽ. ഓക്കെ, ഇപ്പോൾ 26 വരെ വാറണ്ടി കമ്പനി വാറണ്ടി. 26 9 മാസം വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എത്രയാ ഓട്ടം പോയത്? 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 38,000, 23 മോഡൽ CVT. ടോപ്പിലേക്ക് പോകുമ്പോൾ ഇതിൽ തന്നെ സൺറൂഫ് വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, റിയർ വൈപ്പർ വരുന്നുണ്ട്, ക്യാമറ വരുന്നുണ്ട്, സൈഡ് മിറർ ക്യാമറ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറും. എനിക്കൊന്ന് എയർ ബാഗിന്റെ വ്യത്യാസം ഉണ്ടാവും. വ്യത്യാസങ്ങൾ മാത്രമേ ഇതിൽ 2 എയർ ബാഗ് ഉണ്ടാവും, മറ്റേലേക്ക് 6 8 ആറ്റം വരും അല്ലേ? ഓക്കെ, വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ മേജർ. ഓക്കെ, എത്ര കൊടുക്കുക ഇത്? നമുക്കിത് 13,60,000. 13,60,000 ഓക്കെ. SUV സെഗ്മെന്റ് ആണ്, ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് വരുന്ന വാഹനം. 38,000 കിലോമീറ്റർ ഓടി. 2023 26 9 മാസം വരെ വാറണ്ടി. അത്യാവശ്യം മൈലേജ് ഉണ്ട്. നമ്മൾ എടുത്തു വരുന്ന 14 കിലോമീറ്റർ മൈലേജ് ഇതിൽ കാണിച്ചിട്ടുണ്ട് വരുന്ന സമയത്ത്. ഓക്കെ, CVT-ലാണ് അത്രയും മൈലേജ് വരുന്നുണ്ട്. നല്ല പെർഫോമൻസ് ഉണ്ട്. പിന്നെ ഹോണ്ട പെട്രോൾ ആണ്, ഹോണ്ട CVT ആണ്, പെട്രോൾ ആണ്, ഓടിക്കോളും. അതെ അതെ. ഓക്കെ, അപ്പോൾ ലോൺ എത്ര കിട്ടുമില്ലേ? ലോൺ ഒരു 13 ലക്ഷം രൂപ എന്തായാലും നമുക്ക് നല്ല ട്രാക്ക് 13 lakhs വരെ ലോൺ കിട്ടും, മാക്സിമം ലോൺ കിട്ടുന്നു. അടുത്ത വണ്ടിയില്ലേ? അടുത്തതാ നല്ലൊരു മൈലേജ് ലഭിക്കുന്ന ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് അല്ലേ? ടൊയോട്ട ഹൈറൈഡർ ആണ്. KL47 കൊടുങ്ങല്ലൂർ രജിസ്ട്രേഷൻ വാഹനം. പക്ഷേ ഇവർക്ക് എങ്ങനെ ഡീറ്റെയിൽ? 2024 മോഡൽ 25 രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർ ഹൈറൈഡറിന്റെ ടോപ്പ് ആൻഡ് വേരിയന്റ് ആയ V ഫുൾ ഹൈബ്രിഡ്.
ഫുൾ ഹൈബ്രിഡ് ആണ്. മൈലേജ് എത്ര ഉണ്ടാവും? ഒരു 20-22 മോഡൽ എന്തായാലും ഉണ്ട്. 22 വരെ കിട്ടുന്നുണ്ട്. എന്തായാലും കിട്ടുന്നുണ്ട്. അതെ. ഓക്കെ. 24 മോഡലുണ്ട്, 25 രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ വാറണ്ടി മിനിമം 3 വർഷം ഉണ്ടാവും അല്ലേ? അപ്പോൾ 2028 വരെ അണ്ടർ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. നമുക്ക് കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 42,000 കിലോമീറ്റർ ഓടി. 42,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ആണ്. കറക്റ്റ് സർവീസ് ആണ്. ഓട്ടം വരും. കാരണം എന്താ വെച്ചാൽ ഓടാൻ വേണ്ടി തന്നെ ഇത് എടുക്കുക. മൈലേജ് എത്ര ലാഭമല്ലേ? ഓക്കെ. ടോപ്പ് ഉണ്ട് അല്ലേ? ഫുൾ ഓപ്ഷനിൽ വരുന്ന സീറ്റ് വെന്റിലേഷൻ, സൺറൂഫ്, എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. എത്ര കൊടുക്കാം നമുക്കിത്? നമുക്ക് നെറ്റ് 20 ലക്ഷം രൂപ കൊടുക്കാം. 20 ലക്ഷത്തിന്. ഇതന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര ഉണ്ട്? അന്ന് ഇറങ്ങുന്ന സമയത്ത് 25 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓണം ഓഫർ എല്ലാം കഴിച്ച് അറൗണ്ട് 24 ലാക്സിന് ഇപ്പോൾ വരുന്ന വില. ഇപ്പോൾ ഓഫറും കഴിച്ചിട്ട് 24 ലക്ഷമാണ് ഏകദേശം വരുന്നത്. ഓക്കെ. അപ്പോൾ 20 ലക്ഷമാണ് ഇവിടെ ചോദിക്കുന്നത് അല്ലേ? 20 ലക്ഷം. എന്നാൽ മാറ്റം വരുത്തി കൊടുക്കാമല്ലോ? ചെറിയ നമുക്ക് എന്തെങ്കിലും ചെറുതെന്നായിരുന്നു മാറ്റം വരുത്തി ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ പുതിയ വണ്ടി എടുക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോ. ഇതാ 2024-25 ആണ്. അണ്ടർ വാറണ്ടിയിലേക്കാണ്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതും ഒരു മൈലേജ് കിങ് തന്നെ അല്ലേ? EV ആണ് അടുത്ത വാഹനം. നെക്സോൺ, ടാറ്റ നെക്സോൺ. ഇത് എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2022 മോഡല് നെക്സോൺ EV XZ എന്ന വേരിയന്റ്. ടോപ്പിന്റെ താഴെ സൺറൂഫ് ഉണ്ടാവില്ല. ഓക്കെ. 2022 ഇപ്പോൾ വാറണ്ടി കഴിഞ്ഞു അല്ലേ? 3-ാം മാസം കഴിഞ്ഞിട്ടുണ്ട്. ബാറ്ററി വാറണ്ടി ഉണ്ടാവും. ബാറ്ററി വാറണ്ടി 8 വർഷത്തോളം വാറണ്ടി. അങ്ങനെയാണല്ലോ. 1,60,000 കിലോമീറ്റർ വാറണ്ടി വരുന്നുണ്ട്. ഓക്കെ. ക്ലെയിമോ കാര്യങ്ങളെന്തെങ്കിലും ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ക്ലെയിം ഒന്നുമില്ല. ഇതിന്റെയൊക്കെ സർവീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക? ഡ്രൈവർക്ക് എപ്പോഴും കൊടുത്തിട്ടില്ല? ഇതിനിപ്പോൾ 90,000 സർവീസ് 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 90,000 കറക്റ്റ് സർവീസ് ചെയ്ത് ചെറിയ പൈസ വന്നിട്ടുള്ളൂ. എത്ര കോസ്റ്റ് വന്നേ? എമൗണ്ട് നോക്കണം. വലിയ എമൗണ്ട്. ചെറിയ പൈസ അല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റും. ഇതിന്റെ റേഞ്ച് എത്രയാണ് വരുന്നത്? ഇത് കമ്പനി 300 പറയുന്നുണ്ട്. ഇത് ഒരു 220 റേഞ്ചിൽ കിട്ടും. 220 ഫുൾ ചാർജ്. ഫുൾ ചാർജിൽ നോർമലി വീട്ടിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 8 മണിക്കൂർ കൊണ്ടൊക്കെ ആവില്ലേ? ഫുൾ ചാർജ് ആവും അല്ലേ? ഒരു നൈറ്റ് ഒക്കെ കുത്തിയിട്ടാലും രാവിലത്തേക്ക് ഫുൾ ചാർജ് ആവും. പവറിൽ ചെയ്യുകയാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ടല്ലോ അല്ലേ? അത് പവർ ചാർജ്. ഓക്കെ. അപ്പോൾ നമ്മൾ എത്ര നമ്മൾ 8,20,000 രൂപ കൊടുക്കാം. 820 ഒരു നെക്സോൺ EV ഉണ്ട്. 2022 മോഡൽ XZ. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. സൺറൂഫ് ഉണ്ടാവില്ല. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം അല്ലേ? 8,20,000 രൂപയ്ക്ക് 2022 നെക്സോൺ EV പിടിച്ചു. ലോൺ എത്ര കിട്ടും? ലോൺ ഒരു 7 ലക്ഷത്തിന് മുകളിൽ എന്തായാലും കിട്ടും. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും മൈലേജ് ഉള്ളൊരു വണ്ടി. ഇനി മൈലേജ് ഇല്ലാന്ന് കംപ്ലൈന്റ് വേണ്ട. കിയ കാരൻസ് ഡീസലാണ്. KL 21 നെടുമങ്ങാട് രജിസ്ട്രേഷൻ, തിരുവനന്തപുരം ജില്ല. ഡീസലിന്റെ ഏകദേശം ഒരു 16 മുകളിലൊക്കെ മൈലേജ് ഉണ്ടാവില്ല? 16 ഏകദേശം കിട്ടുന്നത് മൈലേജ്. ഏവറേജ് അല്ലേ? ലോങ്ങിലൊക്കെ അതിനേക്കാളും ചാൻസ്. ഡ്രൈവിംഗ് നല്ല ഡ്രൈവിംഗ് ആണ്, അതിലും കൂടുതൽ കിട്ടും. മേലെ കിട്ടും. അപ്പൊ എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2022 മോഡല് കിയ കാരൻസ് പ്രസ്റ്റീജ് എന്ന വേരിയന്റ്. ടോപ്പിന്റെ താഴെ വരുന്നു. ഏറ്റവും ടോപ്പ് വരുന്നത് ലക്ഷറി വേരിയന്റ് ആണ്. അതിൽ സൺറൂഫും കാര്യങ്ങളും. ഇത് സൺറൂഫ് ഉണ്ടാവില്ല, പക്ഷേ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, അലോയ് വീൽസ് വരുന്നുണ്ട്, ഇൻബിൽറ്റ് സെറ്റ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് വോളിയം കൺട്രോൾ സിസ്റ്റം വരുന്നുണ്ട്, ഓൾമോസ്റ്റ് സിസ്റ്റം ഉണ്ട്. നമ്മൾ സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല. അങ്ങനെ ഓപ്ഷൻ കുറവായിരിക്കും. പ്രസ്റ്റീജിലേക്ക് വരുമ്പോൾ 2022 വാറണ്ടി ഈ വണ്ടിക്ക് വാറണ്ടി 2027 വരെ വാറണ്ടി ഉണ്ട്. 27 വരെ വാറണ്ടി. ഈ വണ്ടി കിലോമീറ്റർ 90,000 ഓടിയിട്ടുണ്ട്. ഫുള്ളി കമ്പനി സർവീസ് ആണ്. സിംഗിൾ ഓണർ ആണ്. പിന്നെ ഒരു മൈനസ് പോയിന്റ് ഉള്ളത് ഡിക്ക് റീപ്ലേസ് ഉണ്ട്. ഡിക്ക് മാത്രം റീപ്ലേസ് ഉള്ളൂ, അതും കമ്പനിയിൽ നിന്ന് റീപ്ലേസ്. ചെറിയ ഗ്ലാസ് മാറിയിട്ടില്ല. ഡിക്ക് മാത്രം മാറിയിട്ടുണ്ട്. 90,000 ഓടിയ 2022 27 വരെ കമ്പനി വാറണ്ടിയിൽ നൽകുന്ന 1.5 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ ഇതുപോലെ വാറണ്ടി ഉണ്ട്. ഓക്കെ. എത്ര കൊടുക്കാം നമുക്കിത്? നമുക്ക് 12,40,000 രൂപ കൊടുക്കാം. 12.40 ഇത്രയും മൈലേജ് ഉള്ള ഒരു 7 സീറ്റർ വണ്ടി ഇത്രയും ഫീച്ചേഴ്സും വരുവേ. ഡീസൽ, അതും വാറണ്ടിയിൽ. അപ്പൊ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വിളിക്കാം. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബാക്ക് റോയും ഒക്കെയാണ്. 7 സീറ്റർ എന്ന് വെച്ചാൽ വലിയാക്കും നല്ല സുഖത്തിൽ ഇരുന്ന് പോകാം. ഓക്കെ. നല്ല ട്രാക്കുള്ളവർക്ക് 100% വരെ ലോണും കിട്ടും. ഫുൾ ലോണും കിട്ടും. 12 ലോണും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ താല്പര്യം എന്തായാലും വിളിച്ചോളൂ. 7 സീറ്റർ ആണ് അടുത്ത വണ്ടി. അടുത്തത് ഒരു സെഡാൻ കാറ്റഗറി സ്കോഡ സ്ലാവിയ. 1 ലിറ്റർ റേഞ്ചിലല്ലേ? 1 ലിറ്റർ റേഞ്ച് വരുന്ന വാഹനം. KL 44 രജിസ്ട്രേഷൻ ആണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2022 മോഡല് സ്കോഡ സ്ലാവിയന്റെ 1 ലിറ്ററിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന സ്റ്റൈൽ വേരിയന്റ്. സ്റ്റൈൽ ഏറ്റവും ടോപ്പ് ആണ്. അത് ഓട്ടോമാറ്റിക് AT ഗിയർ ബോക്സ് ആണ് വരിക. പിന്നെ സീറ്റ് വെന്റിലേഷൻ, അലോയ്സ്, പ്രൊജക്ട് ഹെഡ് ലാമ്പ്, എല്ലാ ഫീച്ചേഴ്സും. അതായത് ഇതിന്റെ GT ഓപ്ഷനിൽ കിട്ടാത്തൊരു ഓപ്ഷനാണ് സീറ്റ് വെന്റിലേഷൻ അല്ലേ? ടോപ്പിലേക്ക് പോകുമ്പോൾ അതുവരെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് 1 ലിറ്ററിൽ തന്നെ. പ്ലസ് ഈ വണ്ടിക്ക് നമ്മൾ മോണ്ടോ കാർലോന്റെ കിറ്റ് അഡീഷണൽ ഫിറ്റിംഗ്സും ചെയ്തിട്ടുണ്ട്. മോണ്ടോ കാർലോന്റെ കിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? വാറണ്ടി എക്സ്റ്റൻഡ് എന്തെങ്കിലും ചെയ്തിട്ടില്ല? വാറണ്ടി ഉണ്ട്. വാറണ്ടി നിലവിലുണ്ട്. 2000 ലാസ്റ്റ് വരെ ഉണ്ട്. ഏതാ മാസം കഴിഞ്ഞ്? 4 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ശരി. എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞു. നമ്മൾ നമ്മളെ വാറണ്ടി കൊടുക്കാം. ഷെമിസ് കാസിന്റെ വാറണ്ടിയിലുണ്ട്.
ഓക്കെ. അപ്പോൾ നല്ലൊരു സെഡാൻ കാറ്റഗറിയാണ്. സേഫ്റ്റി, പെർഫോമൻസ് എല്ലാം കിട്ടുന്നൊരു സെഡാൻ കാറ്റഗറി. മൈലേജ് ഒരു 12-15 റേഞ്ച് ആ റേഞ്ചിൽ കിട്ടും. എത്ര കൊടുക്കാം നമുക്കിത്? നമുക്ക് 12,95,000 രൂപ കൊടുക്കാം. 12,95 ഒരു ഓട്ടോമാറ്റിക് ടോപ്പ് ആൻഡ് സ്റ്റൈൽ സ്ലാവിയ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2022 മോഡൽ വാഹനമാണ്. ഇത് കിലോമീറ്റർ എത്ര? 38,000 കിലോമീറ്റർ. 38,000. നോർമൽ ഓട്ടം തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത്. ഓക്കെ. ലോൺ എത്ര കിട്ടും? ഒരു 12 രൂപ നമുക്ക് ലോൺ കൊടുക്കാം. എത്ര? 12 വരെ കൊടുക്കാം. 12 വരെ അല്ലേ? ഓക്കെ. അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. ഫുൾ കമ്പനി സർവീസ് അല്ലേ? ഫുൾ കമ്പനി സർവീസ്. ഓക്കെ. അടുത്തത് ഒരു ഡാർക്ക് എഡിഷൻ ടാറ്റ ഹാരിയർ KL 7 എറണാകുളം രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ 2022 മോഡല് ടാറ്റ ഹാരിയറിന്റെ ടോപ്പ് എൻഡ് വേരിയന്റായ XZA പ്ലസ് ഡാർക്ക് എഡിഷൻ ടോപ്പ് എൻഡ് ഡീസൽ ഓട്ടോമാറ്റിക്. ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. 22 ഇപ്പോൾ വാറണ്ടി കഴിഞ്ഞോ? എക്സ്റ്റെൻഡ് ചെയ്തു? വാറണ്ടി കഴിഞ്ഞതാണ്, നിലവിൽ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? വാറണ്ടി നമുക്ക് വേണം കൊടുക്കാം. ഓക്കെ. ഇവരുടെ ഷോറൂം വാറണ്ടി ഉണ്ടാവും. വേറെ ക്ലെയിം കാര്യങ്ങൾ എന്തെങ്കിലും? ഒരു ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു നോയ്സ് വന്നിട്ട് ലെഫ്റ്റ് ഫ്രണ്ട് ഡോറിന്റെ പാനലിന്റെ അടിസൈഡ് കമ്പനിയിൽ നിന്ന് റിപ്പയർ ചെയ്തിട്ടുണ്ട്. നോയ്സ് വന്നിട്ട് ഡോർ മാറിയിട്ടില്ല, ഡോറിന്റെ പാനലിന്റെ വർക്ക് മാത്രം. എൻ്റെ വണ്ടിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. സ്പീഡിൽ പോകുമ്പോൾ കാറ്റിങ്ങനെ കയറിയിട്ട് അടിച്ച് കയറിയിട്ട് ഞാൻ തൽക്കാലം ഒരു പണിയെടുത്ത് വെച്ചാൽ സ്പോഞ്ച് പോലെ വെച്ചിട്ട് അടച്ചു വെച്ചാണ്. ഞാൻ ശരിക്കും സൗണ്ട് അകത്ത് കയറും, നമുക്കൊന്നും ഇറിറ്റേഷനാണ്. ഓക്കെ. അപ്പോൾ വേറെ ഒന്നുമില്ല. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഒരു 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. മൈലേജ് ഒരു 12-14 കിട്ടൂല. 2 ലിറ്റർ റേഞ്ചിലല്ല, 12-13 റേഞ്ചിലാണ് മൈലേജ് കിട്ടുക. ഓക്കെ. എത്ര കൊടുക്കുക ഇത്? നമുക്കൊരു സ്പെഷ്യൽ റേറ്റ് 15,25,000 രൂപ കൊടുക്കാം. 15-25 2022 ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് ഹാരിയർ ഡാർക്ക് എഡിഷൻ വാഹനം. നോർമൽ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 51,000 കിലോമീറ്റർ. 51,000 ഓടിയ വണ്ടി. ഓക്കെ. ലോണ് ഫുള്ള് ചാൻസ് ഉണ്ടോ? അറൗണ്ട് കിട്ടും. ഫുൾ എമൗണ്ട് ഏകദേശം നല്ല ട്രാക്കുള്ളവർക്കാണ് ഫുൾ ലോൺ കൊടുക്കാം. ഓക്കെ. അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു ചെറിയ സെഗ്മെന്റ് കിയ സോണറ്റ് ആണ്. ഡീസൽ ആണ് ഇത്? പെട്രോൾ വണ്ടി. ഓക്കെ. KL 56 ആണെന്ന് തോന്നുന്നു അല്ലേ രജിസ്ട്രേഷൻ? എങ്ങനെ ഡീറ്റെയിൽ? 2024 സോണറ്റ് HTK പ്ലസിൽ IMT വേരിയന്റ്. IMT ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ, ക്ലച്ച് ഉണ്ടാവില്ല, ഗിയർ മാറ്റാം, നമുക്ക് ഓഫായി പോകില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. 24 മോഡൽ. സോറി 24 27 വരെ വാറണ്ടിയിലുള്ള വണ്ടി. കമ്പനി വാറണ്ടിയിലേക്കാണ്. കിലോമീറ്റർ എത്ര പോയി? ഒരു 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 25,000. ഇത് മിഡിൽ ഓപ്ഷൻ ആയിട്ടാണ് വരിക. HTK പ്ലസ് എന്ന് പറയുമ്പോൾ അതിൽ സൺറൂഫ് വരുന്നുണ്ട്. സൺറൂഫ് വരും എന്നാലും അല്ലേ? ഓക്കെ. ടോപ്പിലേക്ക് പോകുമ്പോൾ എന്താ പുഷ്പട്ടയിൽ വരൂലേ? പുഷ്പട്ടം ഉണ്ടാവില്ല. ഓക്കെ. പുഷ്പട്ടം വരില്ല. സീറ്റ് വെന്റിലേഷന് കുറവുണ്ടാവും. എലോയ്സ് ഇത് കപ്പാണല്ലേ വരുന്നത്? ഓക്കെ. ഇത് വീൽ കപ്പാണ്. ഓക്കെ. അലോയ്സും കുറവുണ്ടാവും. ഓക്കെ. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 9,30,000 രൂപ കൊടുക്കും. 2024 സോണറ്റ് HTK പ്ലസ് IMT 9,30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ. അപ്പോൾ ലോൺ എത്ര കിട്ടും ഇതിൽ? 9 ലക്ഷം രൂപ ലോൺ. ഇനി പൊതുവെ എങ്ങനെ മൈലേജ് സോണറ്റ് IMTക്ക്? IMTക്ക് എനിക്ക് അതിലൊരു 14 റേഞ്ചിലൊക്കെ കിട്ടും. 13-14. ലോങ്ങിലൊക്കെ ഒരു അതിൻ്റെ മുകളിലേക്ക് കിട്ടും. 16 വരെയൊക്കെ ഏകദേശം കിട്ടും. ഓക്കെ. അപ്പോൾ താല്പര്യമായിട്ട് വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. വീണ്ടും ഒരു ഡാർക്ക് എഡിഷൻ ടാറ്റ ഹാരിയർ തന്നെ, സെയിം സാധനം അല്ലേ? KL 29 കായംകുളം രജിസ്ട്രേഷൻ. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2022 സെയിം മോഡൽ തന്നെ, സെയിം വേരിയന്റ് തന്നെ, ഓട്ടോമാറ്റിക് XZA പ്ലസ് കിലോമീറ്റർ 60,000 രൂപയുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. നമ്മൾ കൊടുത്ത വണ്ടിയാണ്. പാർക്ക് ആൻഡ് സെയിൽ ആയിട്ട് എടുത്തിരിക്കുകയാണ്. പാർക്ക് ആൻഡ് സെയിൽ എടുത്തപ്പോൾ ഷമീർക്ക് ഓൾറെഡി വിറ്റ വണ്ടിയാണ്. ഇപ്പോൾ ഒരു പാർക്ക് ആൻഡ് സെയിൽ വെച്ചാൽ ടോപ്പിൻ്റെ തന്നെ സീറ്റ് വെന്റിലേഷനും എല്ലാം വരുന്ന സേഫ്റ്റി എല്ലാം ഉള്ള ഒരു അടിപൊളി SUV സെഗ്മെന്റ് ആണ്. ഓട്ടോമാറ്റിക് മൈലേജ് ഒരു 12-15 റേഞ്ച് കിട്ടും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ. എത്ര കൊടുക്കാം ഇത്? നമ്മൾ കസ്റ്റമർ ലാസ്റ്റ് 15,25,000 രൂപ കൊടുക്കാം. 15 കാല ലാസ്റ്റ് അല്ലേ കസ്റ്റമർ? ഓക്കെ. പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചിട്ട് വേറെ എന്തെങ്കിലും നോക്കണ്ടേ നോക്കാം അല്ലേ? നമ്മൾ പുള്ളി അതിന് മുകളിലായിരുന്നു ചോദിച്ചിരുന്നത്. 16 മുകളിലായിരുന്നു പറഞ്ഞത്. നമ്മളെ വണ്ടി കാണിച്ചത് ഈ വിലക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അത്രേ ഉള്ളൂ. അപ്പോൾ താല്പര്യം എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ. മാക്സിമം ലോണും കിട്ടും അല്ലേ? മാക്സിമം ലോൺ. വീണ്ടും മൈലേജ് കിങ് മോറിസ് ഗാരേജ് കോമറ്റ് ആണ്. MGയുടെ കോമറ്റ്. അതായത് എന്താ പറയുക, നമുക്ക് ചെറിയ സൗകര്യത്തിൽ ഒതുക്കി കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു വണ്ടി അല്ലേ? എന്നാൽ അകത്ത് നല്ല സ്പേസും ഉണ്ട്. അകത്ത് സ്പേസ് ഉണ്ട്. ഓടിക്കാൻ നല്ല കംഫർട്ടാണ്. ഇരുത്താൻ കംഫർട്ടാണ്. അതായത് നാനോ ഒക്കെ പോലത്തെ നാനോ പവറിൽ പോകാനും പറ്റും. പവറും മൈലേജും സ്പേസ് ഉണ്ട്.
ചാർജിൽ എത്ര കിട്ടും? നല്ല ഡിമാൻഡുള്ള വണ്ടി, മാർക്കറ്റിൽ റീസെയിൽ മാർക്കറ്റിൽ അങ്ങനെ വരാത്ത വണ്ടികളാണ്. കുറഞ്ഞ ഞാനൊരു 3 വിറ്റിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ 2023 തുടങ്ങിയ സമയത്ത് വണ്ടി വിറ്റിട്ടുണ്ട്. പിന്നെ ഒരു 4ാമത്തെ വണ്ടിയാണ് ഞാൻ പോയിട്ട് തിരിയുന്നത്. അതിനിടയ്ക്ക് നമുക്ക് ഒരുപാട് എൻക്വയറി വരും, പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റാറില്ലായിരുന്നു, വണ്ടി കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ MG കോമറ്റ് എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2023 മോഡല് 24 2ാം മാസം രജിസ്ട്രേഷനിലെ സിംഗിൾ ഓണർ കോമറ്റിന്റെ ഫ്ലഷ് നിറ വേരിയന്റ്, ന്യൂ ടൈപ്പിൽ വരുന്ന പ്രൊജക്ടർ ഹെഡ് ലാമ്പും പിന്നെ മറ്റേ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം 2 സ്ക്രീൻ വരുന്ന ഏറ്റവും വലുത് വരുന്ന ലേറ്റസ്റ്റ് വണ്ടി. വലിയ സ്ക്രീനാണ് വരിക. വലിയ സ്ക്രീൻ വരും. ഓപ്ഷൻ കുറഞ്ഞാൽ ആ ഡ്രൈവറെ ക്ലസ്റ്റർ മീറ്റർ മാത്രമേ ഉണ്ടാവും. അതെ, ഇൻഫോർടൈൻമെന്റ് വരില്ല. ഓക്കെ, പിന്നെ ഓഡിയോ കൺട്രോൾ സിസ്റ്റം ഫുൾ ലെഫ്റ്റ് റൈറ്റിൽ ഫുൾ ആയിട്ട് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ഓക്കെ, ന്യൂ ടൈപ്പ് വരുന്ന വണ്ടി. ഓക്കെ, അപ്പോൾ 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് നമുക്ക് 7,35,000 രൂപ ചോദിക്കുന്നത്. അല്ല, ഇതിന്റെ ഫുൾ ചാർജ് റേഞ്ച് എത്ര? ഫുൾ ചാർജ് 240 കമ്പനി പറയുന്നുണ്ട്. ഒരു 200-അടുത്ത് 180 ആ റേഞ്ചിലാണ്. 180 ആ റേഞ്ചിൽ കിട്ടുന്നത് അല്ലേ ഫുൾ ചാർജിൽ? അതെ. ഓക്കെ, അപ്പോൾ ഒരു അന്യ ജില്ലയിലേക്കൊക്കെ പോയിട്ട് വരണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് എടുത്ത് കൊണ്ട് നടക്കാം അല്ലേ? പോയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ചാർജ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ അന്യ ജില്ല കോഴിക്കോട് കണ്ണൂർ പോകണമെങ്കിൽ 100 കിലോമീറ്റർ ഉണ്ട്. എന്തെങ്കിലും പറയണ്ടത്. അല്ല, ഞാൻ വടകരക്കാരനല്ലേ, അന്യ ജില്ലക്കാരൻ, നമ്മളെ ജില്ലക്കാരനാണ്. അന്യ ജില്ല അല്ലല്ലോ, കണ്ണൂരേക്ക് പോകാൻ അന്യ നാട്ടുകാരനാ പറയാ. കണ്ണൂരേക്ക് പോകാൻ പ്രശ്നമില്ലല്ലോ എനിക്ക്. കണ്ണൂരിൽ പോയി നമുക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല. ക്ലെയിം ഉണ്ട്. അപ്പോൾ എത്ര കൊടുക്കാത്? നമ്മൾ 7,35 7,30 റേഞ്ച് കൊടുക്കാം നമുക്ക്. 7,30,000 കൊണ്ടുപോകാം. ഇത് ഓൺ റോഡ് അന്ന് എത്ര വരുന്നുണ്ട് ഏകദേശം? എനിക്ക് തോന്നുന്നു അന്ന് ഇറക്കുന്ന സമയത്ത് 10 രൂപ ആ റേഞ്ച് ആയിരുന്നു വരാം. ആ റേഞ്ച് ഏകദേശം. ഓക്കെ, ടോപ്പിന്റെ വാഹനമാണ്, അത്യാവശ്യം റേഞ്ചുള്ള ഒരു വണ്ടി. അപ്പോൾ താല്പര്യം കോൺടാക്ട് ചെയ്തോളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് കിയ സെൽട്ടോസ്, ഒരു കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനമാണ്. KL11 വാഹനം. എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2022 മോഡൽ 23 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ കിയ സെൽട്ടോസിന്റെ HTE നിറ വേരിയന്റ്. ബേസ് ആണ് അല്ലേ? ബേസ് മോഡൽ പെട്രോൾ. 22 മോഡൽ 23 രജിസ്ട്രേഷൻ ആണ്. 23 തൊട്ടാ വാറണ്ടി വരും. അപ്പോൾ 26 വരെ വാറണ്ടി ഉണ്ട് അല്ലേ? കമ്പനി വാറണ്ടി. ഓട്ടോ എത്ര പോയി? ഒരു 35,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പെട്രോളിന്? പെട്രോൾ മാനുവൽ വാഹനമാണ്. ഒരു 12-16 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടും. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും? ഒരു ക്ലെയിമും ഇല്ല. അഡീഷണൽ ഫിറ്റിംഗ്സ് ഉണ്ട്, അലോയ് വീൽ ചെയ്തിട്ടുണ്ട്, പുതിയ ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റം വെച്ചിട്ടുണ്ട്, ബില്ല് മാറിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഓൾമോസ്റ്റ് ഇതിന്റെ മേലത്തെ ഓപ്ഷൻ കയറി HTK മുകളിലേക്ക് എത്തി. ഓപ്ഷൻ മാറി. HTK ഒക്കെ വാങ്ങുന്നത് ഏകദേശം മോഡൽ കൂടിയ വണ്ടിയാണ്. ഓക്കെ, എത്ര കൊടുക്കാം ഇത് നമുക്ക്? 9,60,000 രൂപ. 9,60,000 2022 മോഡൽ 23 രജിസ്ട്രേഷൻ കിയ സെൽട്ടോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ലോൺ എത്ര കയറും? ലോൺ നമുക്കൊരു 9 ലക്ഷം രൂപ കൊടുക്കാം. 9 lakhs വരെ. ഓക്കെ, അടുത്ത വാഹനം എന്താ? ഒരു സ്പെഷ്യൽ വാഹനമാണ്. നമ്മൾ ഒരു 2 വർഷം മുന്നേ ഇവിടുന്ന് കാണിച്ചിട്ടുണ്ട്. ഫോക്സ് വാഗന്റെ ടൈഗൂൺ പോലെ തോന്നിക്കെങ്കിലും ടീറോക്ക് ആണ്. CBU ഇമ്പോർട്ടഡ് വെഹിക്കിൾ ആണ്. എങ്ങനെ ഷമീർക്ക് അതിന്റെ ഡീറ്റെയിൽ? 2020 മോഡല് ഫോക്സ് വാഗൺ ടീറോക്ക് CBU വണ്ടി. ഓക്കെ, സെക്കൻഡ് ഓണറാണ്. കിലോമീറ്റർ 95,000 ഓടിയിട്ടുണ്ട്. 95,000 നമ്മൾ കൊടുത്ത വണ്ടിയായിരുന്നു. പെട്രോൾ ഇതുള്ളൂ വണ്ടി. പെട്രോൾ ഓട്ടോമാറ്റിക് GST വരുന്ന ടോപ്പ് എൻഡ് വണ്ടി. ഒരു ക്ലാസ് വെറൈറ്റി സാധനമാണ്. നമ്മൾ വീഡിയോയിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആവർത്തിക്കണം. അല്ല, നമ്മൾ അന്ന് ചെയ്ത വണ്ടി ഏത്? അല്ല, അതിനുശേഷം നമ്മൾ ഏകദേശം 3 ടീറോക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഷോറൂമിൽ. അതിനുശേഷം വന്ന വണ്ടിയാണ്. അപ്പോൾ ഒരു വെറൈറ്റി സാധനമാണ്. ടൈഗൂൺ ഓടിക്കുന്ന പോലത്തെ ഫീൽ അല്ല, GTA ഒക്കെ ഫീലാണ്. ഇപ്പൊ പുതിയ വരുന്ന ഗോൾഫിന്റെ ഒക്കെ ഒരു വേറൊരു വേർഷനാണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം എന്തായാലും വിളിക്കാം. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റുന്നത്? നമ്മളിപ്പം 13,90,000 രൂപ. 13,90,000 2020. ഇത് ടോപ്പ് എൻ്റെ കയ്യിൽ ഒറ്റ വേറെ ഇത് വരുന്നുണ്ട്. CBU അല്ല വണ്ടി, ബുക്ക് ചെയ്താൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ 13,20 ഈ ഒരു വാഹനം നിങ്ങൾക്ക് 13,90. സോറി, 13,90 നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. ഒരു 13 ലക്ഷം 13,400 വരെയൊക്കെ ലോൺ വരും. അടുത്ത വണ്ടിയിൽ അടുത്ത 2 ഥാറുകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ആദ്യ ഥാറാണ് മഹീന്ദ്രയുടെ ഥാർ റെഡ് ആൻഡ് ബ്ലാക്ക്. ഇത് നമ്മൾ മുന്നേ കാണിച്ചതാ? ഇല്ല, പുതിയ വണ്ടി വന്ന് കയറുക. അതിന് മുകളിൽ ചെറിയ RF ചെയ്യാനുണ്ട്. എംബ്ലം മഹീന്ദ്രന്റെ ഫുൾ ആയിട്ടില്ല. അവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ട്, നാളെ വരും. വന്നിട്ടുണ്ടല്ലോ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2021 മോഡല് താർ 4x4 ഹാർഡ് ടോപ്പ് ഓട്ടോമാറ്റിക് പെട്രോൾ. 4x4 ഏറ്റവും ടോപ്പിന്റെ വാഹനം, ഓട്ടോമാറ്റിക് പെട്രോൾ അല്ലേ? ഓക്കെ, കിലോമീറ്റർ എത്രയും? കിലോമീറ്റർ 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുള്ള് കമ്പനി സർവീസ് ഉണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. KL7 വണ്ടി അല്ലേ? ഓക്കെ, വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല? ക്ലെയിം ഇത് ഫ്രണ്ട് ടച്ചപ്പ് കാര്യങ്ങളാണ്, അല്ലാണ്ട് മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. ടച്ചപ്പ്. ഓക്കെ, എത്ര കൊടുക്കാം ഇത്?
നമുക്കൊരു ഓഫർ പ്രൈസ് കൊടുക്കാം, 11,70,000 രൂപ കൊടുക്കാം. ഏതാ മോഡൽ? 2021 4x4 ഹാർഡ് ടോപ്പ് ഓട്ടോമാറ്റിക് താർ. ഓട്ടോമാറ്റിക് താർ, പെട്രോൾ ആണ്, പെട്രോളിൽ ഓട്ടോമാറ്റിക് 4x4 ആണ്. അപ്പോൾ 11.4 അല്ലേ? 11,70 കൊടുക്കാം. 11.70 ഫൈനൽ ആക്കിയിട്ട് നിങ്ങൾക്ക് തരാം. ഒരു ഫുൾ ഓൺ തന്നെ ഫുൾ ഓൺ ഏകദേശം നമുക്ക് കൊടുക്കാം. നല്ല ട്രാക്കുള്ള കസ്റ്റമറാണ്, ഫുൾ ഓൺ കൊടുക്കാം. ഓക്കെ. അടുത്ത ബ്ലാക്ക് താർ ഉണ്ടായിരിക്കും. ബ്ലാക്കിലേക്ക് അടുത്തത് ബ്ലാക്ക് താർ കോഴിക്കോട് ജില്ലക്കാരൻ തന്നെയാണ്, പേരാമ്പ്ര രജിസ്ട്രേഷൻ ആണ്, KL77. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2023 മോഡല് താറ് 2 വീൽ ഡ്രൈവില് ഹാർഡ് ടോപ്പ് വരുന്ന മാനുവൽ ഡീസൽ. 23 അല്ലേ? 23 മോഡൽ. ഓക്കെ. 2 വീൽ മാനുവൽ ഡീസൽ വാഹനമാണ്. നേരത്തെ കണ്ട പെട്രോളിനേക്കാൾ കുറച്ചുകൂടി മൈലേജ് കിട്ടും, പക്ഷേ 4x4 അല്ല, 2 വീൽ ഡ്രൈവ് ആണ്. ഓക്കെ. റോഡ് പർപ്പസിന്, നമ്മളെ സാധാരണ റോഡിലെ പർപ്പസിന് പറ്റിയ വണ്ടി. ഹിൽ ഡ്രൈവിൽ മാത്രം അത്ര ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ. ഓക്കെ. കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 35,000 കിലോമീറ്റർ ഓടി. ഇതിന്റെ വാറണ്ടി ഇപ്പോൾ എത്ര വരെ ഉണ്ടാവും? 2026 വരെ വാറണ്ടി ഉണ്ട്. അണ്ടർ വാറണ്ടിയിൽ കാണല്ലേ? അപ്പോൾ ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സിംഗിൾ ഓണർഷിപ്പിൽ. ഒരു ക്ലെയിം ടച്ചപ്പ് ബമ്പർ മാത്രം, ചെറിയ ക്ലെയിം. ബമ്പർ മാത്രം അല്ല? ഓക്കെ. അപ്പോൾ 2 വീൽ മാനുവൽ ഡീസൽ താർ 2023 മോഡൽ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് 13,80,000 രൂപ കൊടുക്കാം. 13.80. 23 മോഡൽ വാഹനമാണ്. 13,80,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 13 lakhs ലോൺ അറൗണ്ട് കൊടുക്കാം നമുക്ക്. 13 lakhs അറൗണ്ട് കൊടുക്കാം. വേറെ ഇപ്പോൾ ഒന്നും ചെയ്യാനൊന്നുമില്ല, വർക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഫോക്സ് വാഗൺ ടൈഗൺ. നമ്മൾ ടീറോക്ക് കണ്ടു, നേരെ അതിന്റെ കുട്ടിയിലേക്ക് ടൈഗൺ KL38 രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാണ് ഷമീർക്ക് അതിന്റെ ഡീറ്റെയിൽ? 2023 മോഡല് 1 ലിറ്റർ ടൈഗോണ് മാനുവൽ ഹൈലൈൻ നിറ വരെയാണ്. ഹൈലൈൻ മിഡിൽ ഓപ്ഷൻ ആണ്. കംഫർട്ട് ലൈൻ, ഹൈലൈൻ, ടോപ്പ് ലൈൻ, അങ്ങനെയാണ് വരിക. ടോപ്പിലേക്ക് പോകുമ്പോൾ സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് ഇതിനകത്ത് വരില്ല, ഈ ഒരു ഓപ്ഷനിൽ വരില്ല. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ലോയ്സും പുഷ് ബട്ടണും അങ്ങനത്തെ ഒക്കെ വരും. ഇതുമില്ല അല്ലേ? സൺറൂഫും വരില്ല. ഓക്കെ. ഓട്ടോ എത്ര പോയത്? ഓട്ടോ ഓടിയിരിക്കുന്നത് 30,000 കിലോമീറ്റർ. 30,000. വാറണ്ടി ഇപ്പോൾ കഴിഞ്ഞോ? 2023 അല്ലേ വന്നിട്ട് 26 വരെ ഉണ്ടാവില്ല. 9 മാസം വരെ വാറണ്ടി. 9 മാസം വരെ വാറണ്ടി പുതുക്കുകയും ചെയ്യാം. ഓക്കെ. മാനുവൽ ആണ്, 1 ലിറ്റർ എഞ്ചിൻ വരുന്ന ടർബോ വാഹനമാണ്. ഒരു 13-16 റേഞ്ച് ഏകദേശം മൈലേജ് വരും. ഓക്കെ. എത്ര കൊടുക്കുക ഇത്? നമുക്ക് 10,80,000 രൂപ. 10.80 2023 ടൈഗൺ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഹൈലൈൻ ഓപ്ഷൻ വരുന്ന വാഹനം. ഓക്കെ. അപ്പോൾ ലോൺ എത്ര? നമുക്ക് ഒരു 10 വരെ നമുക്ക് ലോൺ കൊടുക്കാം. 10 വരെ കിട്ടും അല്ലേ? ഓക്കെ. അപ്പോൾ സേഫ്റ്റി, ഡ്രൈവിംഗ് കംഫർട്ട് എല്ലാം ഉള്ളൊരു കോമ്പാക്ട് SUV നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടിയാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും വിളിക്കാം. തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. കോൺടാക്ട് ഡീറ്റെയിൽ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടണം, വിട്ടുപോരുത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓക്കെ. ഷെവർക്ക, താങ്ക് യു. ബൈ.